ഇതൊരു സിനിമാ സെറ്റല്ല. ഇതാണ് അമേരിക്കയിൽ നമ്മൾ കാണുന്ന ആഡംബര വീട്. ഈ വീടിൻ്റെ ഉൾവശം നമുക്ക് കാണാം എങ്ങനെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്കെൽട്ടനാണിത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഈ വീടിൻ്റെ സ്കെൽട്ടനാണ്. ഈ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ അതിൻ്റെ നമ്മുടെ വീടിൻ്റെയൊക്കെ ഭിത്തിയൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ ഭിത്തി ചെയ്തിരിക്കുന്നത് കാണാം. ഇതെല്ലാം വുഡാണ്. ഈ വുഡെന്ന് പറയുമ്പോൾ നമ്മുടെ അവിടുത്തെ തേക്കും ഈട്ടിയും അങ്ങനെയുള്ള തടിയല്ല. ഇതെല്ലാം നിർമ്മിത തടികളാണ്. ഇതിനകത്ത് നാച്ചുറൽ തടിയുണ്ട്. നാച്ചുറൽ തടിയും പ്ലൈവുഡ്, ന്യൂ വുഡ് ഇങ്ങനെയൊക്കെ പറയുന്ന തടികൾ വെച്ച് അതിൻ്റെ ഷീറ്റ്, പട്ടിയൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഇത് പണിയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു കാർ ഷെഡാണെന്ന് തോന്നുന്നു. വീടിൻ്റെ കാർ ഷെഡ്. മൂന്ന് വണ്ടി ഇടാവുന്ന കാർ ഷെഡ്. അത്ര സ്പേസ് ഉണ്ട്. ഇതിൻ്റെ തറ കോൺക്രീറ്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തറ കോൺക്രീറ്റാണ്. തറയെല്ലാം കോൺക്രീറ്റാണ്. പക്ഷേ ബാക്കിയുള്ള ഈ ഭിത്തികളെല്ലാം ഇതുപോലുള്ള തടി വെച്ചാണ് ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീടിനുള്ളിലേക്ക് കയറിയാൽ ഇതെല്ലാം റൂമുകളാണ്. ഇതൊരു റൂമാണ്. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന റൂമാണ്. ഇതൊരു ഓഫീസ് റൂമായിട്ട് ഉള്ള ഒരു സെറ്റിങ്ങാണ്. ഇതെല്ലാം ഇത് ടോയ്ലറ്റ് പണിയാനുള്ള ഇത് സ്റ്റെയർ കേസ്, മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസ്, അതുപോലെ ഹോള്, കിച്ചണ് ഇതെല്ലാം ഇപ്പോൾ സ്കെൽട്ടനായിട്ടേ ഉള്ളൂ. ഇത് പണി പൂർത്തിയായില്ല. ഇതിൻ്റെ പ്രാരംഭ ഘട്ടം എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള പണികളാണ്. അതുപോലെ ഇതാണ് റൂഫിങ്ങും ഇത് സെയിം മെറ്റീരിയൽ വെച്ചാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം വളരെ മനോഹരമായി സീല് ചെയ്ത് നല്ല നമ്മൾ ഈ സിനിമയിലൊക്കെ സെറ്റ് ഇടുന്നതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സിനിമയിലൊക്കെ സെറ്റ് ഇടുന്ന അതേ സെയിം. പക്ഷേ സിനിമയിലൊക്കെ നമുക്കറിയാം സെറ്റ് ഇടുമ്പോൾ അത് ലോങ് ലൈഫ് അല്ല. ഷൂട്ടിങ് കഴിയുമ്പോൾ അത് മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകും. ഇതല്ല. ഇത് എനിക്ക് തോന്നുന്ന ഒരു 25-30 അല്ലെങ്കിൽ ഒരു 50 വർഷം വരെയൊക്കെ 100 വർഷം വരെ കാലാവധി പറയുന്ന അല്ലെങ്കിൽ ഗ്യാരണ്ടി പറയുന്ന വീടുകളാണിത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ ഭൂപ്രകൃതിക്കും ഒക്കെ അനുസരിച്ച് ഇതുപോലുള്ള വീടുകളാണ് ഇവിടെ നല്ലത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ വീടുകൾ. ഇത് ഈ തടി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഭയങ്കര എന്താ പറയുന്നത്, സുരക്ഷിതമാണ്. അങ്ങനെയൊന്നും ഇത് ഇളകിപ്പോവുകയോ അല്ലെങ്കിൽ ഒരു നട്ടിളകിയാൽ പ്രശ്നം ഉണ്ടാവുകയോ അങ്ങനെയൊന്നുമില്ല. വളരെ കൃത്യമായി ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഓരോ റിബേറ്റുകൾ വെച്ച്, എല്ലാം നെറ്റും ബോൾട്ടും റിബേറ്റുകളൊക്കെ വെച്ചാണ് പിടിപ്പിച്ചിരിക്കുന്നത്. റൂഫിങ് എല്ലാം ആ രീതിയിലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഈ വീടുകളുടെ ഒരു സ്കെൽട്ടൻ, പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്. അതുപോലെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് കിച്ചണൊക്കെ വെളിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇവിടെയും
റൂഫിങ്ങൊക്കെ ഇത് സെയിം സാധനം തന്നെയാണ്. ഇത് വീടിൻ്റെ പിൻവശമാണ്. ഇതൊരു കമ്മ്യൂണിറ്റിയിലെ പുതിയ വീടാണ്. അമേരിക്കയിലെ ജാക്സൺ വില്ലി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിലെ വീടാണ്, പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമാണ്. നമ്മളിത് ഈ കാണുന്നത് ഇതാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത് പണി പൂർത്തിയായി വരുമ്പോൾ വളരെ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഈ സ്പേഷ്യസായ ഈ വീടുകളൊക്കെ ഇതുപോലെ പണിഞ്ഞ് പൂർത്തിയായ വീടുകളാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഇതെല്ലാം അത് തന്നെയാണ്. കണ്ടോ, ഒരു തടാകം കണ്ടില്ലേ? ഇതെല്ലാം നിർമ്മിതി തടാകങ്ങളാണ്. പക്ഷേ ഈ തടാകം മറ്റ് തടാകങ്ങളുമായിട്ട് കണക്റ്റഡാണ്. ഇതിൽ വെള്ളം കയറുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്കൂടെ പൈപ്പിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളം കൂടുതലാകുമ്പോൾ മറ്റൊക്കെ വെള്ളം കുറഞ്ഞിടത്തേക്ക് പോകും. അങ്ങനെ അത് ആ തടാകങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന തടാകം. അത് നമുക്ക് പിന്നീട് വരാം. ഈ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ വെച്ച വീടുകളാണ്. ഈ വീടുകളുടെ എല്ലാം സ്കെൽട്ടൻ ഇതേപോലെയാണ്. നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും വരാം.